ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാർ ചെയ്യുന്നത് ഒരു വട്ടയപ്പമാണ്. ഇതിന് വട്ടയപ്പമെന്നും കിണ്ണപ്പമെന്നും കിണ്ണത്തപ്പമെന്നും ഒക്കെ പലയിടത്തും പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അപ്പം നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നമുക്ക് കണ്ടു നോക്കാം. ഇതിനായി നമ്മളിവിടെ ഒരു കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ ചിരകിയത്, ഒരുണ്ട ശർക്കര ചിരകിയത്, കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ്, കുറച്ച് ജീരകം, ഏലക്ക പൊടിച്ചത്, ഈസ്റ്റ്, അര ഗ്ലാസ് തേങ്ങാവെള്ളം എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിനായുള്ള മാവ് തയ്യാറാക്കാം. അരി ഇട്ട് കൊടുക്കാം. അടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്ത ശർക്കര ചേർത്ത് കൊടുക്കാം. അടുത്ത നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അടുത്ത നമുക്ക് തേങ്ങാവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കാം. നമ്മുടെ മാവ് ഇവിടെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കി എടുക്കാം. നമ്മളിവിടെ എണ്ണ പുരട്ടിയ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഇഡ്ഡലി കൂട്ടം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ വട്ടയപ്പം ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂട മാറ്റി നോക്കാം. നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.